നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഈ പുല്ലേപ്പടിയിലൊരു മുസ്ലിം സ്കൂളുണ്ട്, ദാൽഹുലും സ്കൂൾ. അതിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കളൊരു ഗ്രൂപ്പാണ് ഈ കിക്കി സെറ്റ് കാര സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊച്ചിയിൽ ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ ഈ നോമ്പൊക്കെ വരുമ്പോൾ ദാരിദ്ര്യമാണ് ആ കാലഘട്ടത്തിൽ. ഇതൊക്കെ ഒരു 45-44 കാലഘട്ടത്തിൽ 40 ദാരിദ്ര്യം. അപ്പോൾ ഈ നോമ്പിന് അവസാനം സദ്ക്കാലി സക്കാത്ത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വസൂരി അന്ന് ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പോൾ കടത്തി വിടൂല എന്ന് പറഞ്ഞ് വഞ്ചിയിലാണല്ലോ അന്ന് പോകുന്നത്, ചെറിയ ബോട്ടിലേക്ക്. അപ്പോൾ ആ കിക്കി സേട്ട് പറഞ്ഞു, ഞാൻ അരിക്കാലിട്ട് നികത്തും കൊച്ചിക്കായൽ. അരിക്കാൽ എന്ന് പറഞ്ഞാൽ പഴയ ചക്കത്തിൻ്റെ ചെറിയ ഇതാണ്, ചെറിയ ചെമ്പ് നാണയമാണ് എന്ന് പറഞ്ഞാൽ അരിക്കാലിട്ട് കായൽ നികത്താനല്ല, അത്ര ആത്മാർത്ഥ പറയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ആൾക്കാരെ ധർമ്മം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അക്കരെ കടത്തു പറഞ്ഞു. അതുപോലെ 40 വയസ്സുള്ള ഉത്തര കൊറിയയിലെ ആ ചെറുക്കൻ എൻ്റെ ഒരാളെങ്കിൽ തോട്ടം ഞാൻ പകരം ചോദിക്കും നശിപ്പിച്ചോളെ എന്ന് പറഞ്ഞ് വെറും 40 വയസ്സുള്ള കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു രാജ്യം അങ്ങനെ പറഞ്ഞ സമയത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യക്കാരെ തൊട്ടാൽ കാത്തിരിക്കില്ല എന്ന്. എത്ര ദിവസം കഴിഞ്ഞു? എന്താണ് പ്രധാനമന്ത്രി? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? സംഘപരി, നിങ്ങൾ അമേരിക്ക എന്താണ് ഇത്ര ഭയപ്പെടുന്നത്? നിങ്ങൾ എന്ത് ആപ്പിലായിട്ട് പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഓയിൽ വാങ്ങിക്കണമെങ്കിൽ 30 ദിവസത്തേക്ക് ഒരു ഔദാര്യം പോലെ. പ്രധാനമന്ത്രി, ഞാൻ ബഹുമാനം കൊണ്ട് സൂചകമായിട്ട് തന്നെ പറയട്ടെ, നമ്മൾ അങ്ങനെ അടിമയാകേണ്ട കാര്യമില്ല. നമുക്ക് മുൻപൊരു പൂർവിക സ്ത്രീയുണ്ട്, ഇന്ദിരാഗാന്ധി. അവരെന്താ കാണിച്ച്? അതുപോലെ നമുക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണ് അമേരിക്ക ഭയപ്പെടുന്നത്? അമേരിക്ക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അമേരിക്ക അടിക്കാൻ പോകണം. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ലോകത്തിലെ സൈനിക ശക്തിയിൽ 2ാം സ്ഥാനമുള്ള ഇന്ത്യ മഹാരാജ്യം, ജനാധിപത്യത്തെ ഏറ്റവും വലിയ രാജ്യം, പ്രതികരിക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. അതൊന്നും ചെയ്യല്ലെന്ന് വിനയമായിട്ട് പറയണം. ഇറാൻ ഇസ്രായേൽ യുദ്ധം, അമേരിക്ക ഈ അടുത്ത കാലത്ത് അമേരിക്ക ഒരു അണുവിസ്ഫോടനം നടത്തി. പിന്നെ ഇറാൻ നടത്തിയോന്ന് അറിയില്ല, അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചി ഇറക്കമല്ലേ ഉത്തര കൊറിയ. ഇതെന്താ മനസ്സിലാകുന്നത്? അമേരിക്ക പരീക്ഷണം നടത്തിയ ആറ്റം ബോംബ് അന്ന് ജപ്പാനിൽ ഇട്ടതിൻ്റെ 20 ഇരട്ടി ഇട്ടെന്ന് പറഞ്ഞാൽ 20 ഇരട്ടി ശക്തി. അപ്പോൾ അവസാനം ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അമേരിക്ക അണുബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പല മേലധികാരികളും പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, അത് നാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തന്നെ വിചാരിക്കാം. എന്താണ് ഇസ്രായേൽ ഈ അമേരിക്ക ഹിരോഷിമയിൽ, ജപ്പാൻ ഹിരോഷിമയിൽ, നാഗസാക്കിയിലേക്ക് ഇതിട്ടത്? കാരണം 39-45 2ാം ലോകമഹായുദ്ധം. 45 ആദ്യത്തിലാണ് ബോംബിട്ടത്. അതിനർത്ഥം ജപ്പാന്റെ മുൻപിൽ അമേരിക്കയ്ക്ക് വ്യാവസായികമായി പിടിച്ചെടുക്കാൻ പറ്റിയില്ല. അമേരിക്ക അന്ന് ഇന്നും ആയുധം വിറ്റാണ് സമ്പാദിക്കുന്നത്, മറ്റ് ഒന്നുമില്ല. ബാക്കി എല്ലാ ഉപകരണങ്ങൾക്കും ജപ്പാൻ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ നമ്മൾ സ്പ്രിങ് ഉപയോഗിച്ച് കാർ ഓടിക്കുക, 2 സ്പ്രിങ്. അത്ഭുതമൊന്നുമില്ല. നമ്മുടെ പഴയ ഈ ചായ കൊടുക്കുന്ന വാച്ചില്ലേ, അത് 2 സ്പ്രിങ് ആണല്ലോ, അതുപോലെ ഈ ഓട്ടോമാറ്റിക് ഒന്നൊക്കെ. അപ്പോൾ അതുപോലെ 2 സ്പ്രിങ് കൊടുത്ത് കാർ ഓടും, പെട്രോൾ എന്തിനും വേണ്ട. മറ്റത് വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കി കാർ ഓടിക്കും. ഇപ്പോൾ നമ്മൾ തീവണ്ടി ഓടിക്കണം ഇന്ത്യയിൽ, ഇന്നാളെ ഓടിച്ചു കഴിഞ്ഞു. അങ്ങനെ കണ്ടുപിടി അമേരിക്കയുടെ അന്നും ലക്ഷങ്ങൾ വിലയുള്ള കാറിൽ പോകാതെ വന്നു. അപ്പോൾ അവസാനം നശിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം ഫിലിക്സ് പക്ഷിയെ പോലെ ജപ്പാൻ ഉയർത്തെഴുന്നേറ്റു. 39-45 പോയിട്ട് 55-75 80 വർഷം കൊണ്ട് ജപ്പാൻ ഇന്ന് ഏതാണ്ട് സമ്പന്ന രാജ്യങ്ങളൊന്നും സാരായല്ലോ. പക്ഷേ അതുപോലെ സംഭവം ഇറാനിൽ സംഭവിച്ചാൽ ഇറാനികൾക്ക് അത്രയും പെട്ടെന്ന് വളർന്നു വരാൻ പറ്റുള്ളൂ, നമ്മൾ സംശയിക്കരുത്. മറ്റൊരു കാര്യം, ഇത് ആരോ പറഞ്ഞു, ഇറാന് ഈ ടെക്നിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? റഷ്യ കൊടുത്താണോ, അതോ ചൈന കൊടുത്താണോ, അതോ കൊറിയ കൊടുത്താണോ? അത് വേണം മാത്രമല്ല, ഇറാനെ പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ, അറബി രാജ്യമല്ല, പേർഷ്യൻ രാജ്യങ്ങളിൽ കോടാനുകൂടി ഗ്രന്ഥങ്ങൾ, അറബി ഗ്രന്ഥങ്ങൾ
മോസ്റ്റ് മോഡേണായ സയൻറ്റിഫിക്കൽ റിസർച്ച് ഉള്ള റിപ്പോർട്ടുള്ളത് ഉണ്ടായിരുന്നു. അതറിയാം, ഒരിക്കൽ ഇറാഖിൽ കോടാനുകോടി അറബി ഗ്രന്ഥങ്ങളാണ് അന്ന് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നശിപ്പിച്ചു കളഞ്ഞത്, കത്തിച്ചു കളഞ്ഞു, ആ കായൽ കിട്ടി നിർത്തിയൊക്കെ. അപ്പോൾ അറബി ഗ്രന്ഥങ്ങളിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചൊക്കെ അന്നത്തെ 1400 1500 വർഷം മുമ്പുള്ള പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, ഇന്നിപ്പോൾ പറഞ്ഞ അറബികൾ എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോൾ സംഘപരിവാരം ക്രിസംഗി ചോദിക്കുകയാണ്, അറബികൾ എന്ത് കണ്ടുപിടിച്ചു? പൂജ്യത്തിന് വില മുതൽ അങ്ങോട്ട് നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ അറബി യൂണിവേഴ്സിറ്റി ഒരു മുസ്ലിം സ്ത്രീയാണ് മൊറോക്കോയിൽ. അത് എന്തുമാത്രം കണ്ടുപിടുത്തങ്ങൾ അറബികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും നമുക്കിപ്പോൾ അറബികളെ പൂഴ്ത്തിപ്പെട്ട് കാര്യമില്ല. പക്ഷേ എങ്കിൽ കാര്യം പറയുമ്പോൾ, സത്യം പറയുമ്പോൾ അതിനെ നിഷിദ്ധമാക്കുക, തെറ്റ് പറയുന്നത് അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ഗ്രന്ഥങ്ങൾ പഠിക്കുക മാത്രമുണ്ട്. അതിലെല്ലാം നശിപ്പിച്ചിട്ട് ഈ 1400 വർഷവും അമേരിക്ക മാത്രം 10-300 വർഷമുള്ളൂ. എങ്കിലും കാലാകാലം ഈ സമുദായത്തെ, ഈ വർഗത്തെ സംഭവിച്ചെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലോകത്ത്, ആശ്രിതമായിട്ടും അല്ലാതെ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്തൊരു മതമാണ് ഇസ്ലാം ലോകത്ത്. കുറച്ച് മുസ്ലിങ്ങളൊക്കെ തെറ്റുണ്ട്, ഭരണാക്ഷരമില്ലേ, ഐ ലൈക്ക് ഇസ്ലാം ബട്ട് ഐ ഹേറ്റ് മുസ്ലിം. ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു, മുസ്ലിമിനെ വെറുക്കുന്നു. കാരണം ഇസ്ലാം എന്ന തത്വസംഹിതയാണ്, അത് വളരെ കറക്റ്റാണ്, പെർഫെക്റ്റാണ്. പക്ഷെ അതിൻ്റെ ആചാരം അത് കാണിക്കുന്ന മുസ്ലിങ്ങൾ പലരും അത്ര ക്ലിയർ അല്ല. അതാണ് ഭരണാക്ഷരം പറഞ്ഞത്. ഞാനും ഏതായാലും ആ പോളിസി ഞാൻ തന്നെ. അപ്പോൾ ഏതായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം, അമേരിക്കൻ യുദ്ധം എല്ലാം കൂടി നാശത്തിൻ്റെ വക്കിലാണ്. എന്നാലും ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഈ എണ്ണ 6 മാസം കൂടെ എണ്ണ സ്റ്റോക്ക് ഉണ്ടെന്നാണ് അതൊക്കെ ഞങ്ങൾ പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നല്ലേ ഡെങ്കൽ നിർദ്ദേശവും ഘാട്ട് കരാറൊക്കെ പറഞ്ഞ സമയത്ത്. ഇപ്പം 15 ദിവസമൊക്കെ ഉള്ളൂ എന്തുകൊണ്ട് അപകടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇന്ത്യ മഹാരാജ്യവും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ്. ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് അമേരിക്ക പറയുന്നറിയോ, ഞങ്ങളിനി ക്യൂബയിലേക്കാണ് പോകുന്നത്. ഇറാനൊക്കെ അത് ശരിയായി, ലെബനൊക്കെ ശരിയായി. എന്തോ സംതിങ് ഇറാനിൽ നടന്നിട്ടുണ്ട്. ഭരണമാറ്റം അല്ലെങ്കിൽ പോലും അതിൽ ആ പുതിയ സൈനിക കക്ഷിയിലൊക്കെ ഇസ്രായേലിൻ്റെ ചാരന്മാർ കയറിക്കൊണ്ട് നമുക്ക് സംശയമുണ്ട്. അതാണ് ഈ പല രീതിയിലും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച്, ഗൾഫ് രാജ്യങ്ങളെ സിമ്പതി വാങ്ങി അമേരിക്ക ചേർന്ന് ഇറാനെ വീണ്ടും നയിക്കുക. ഏതായാലും നാട്ടുപൂച്ചയായിട്ടും കാട്ടുപൂച്ചയായിട്ടും മമ്പിളി തറവാട് നശിപ്പിച്ചെന്ന് പറയും. അതുപോലെ നോക്കുമ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് ഇറാന് നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നശിപ്പിക്കാനുള്ള ഒരു ആസൂത്ര പരിപാടിയാണ്, വളരെ ആസൂത്രിതമാണ്. അതൊക്കെ എന്തുമാത്രം ആകും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. അപ്പോൾ ആ യുദ്ധത്തെക്കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയുന്നില്ല. കാരണം നമ്മളിങ്ങനെ പറയാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല, തന്നെയല്ല അത്ര പണ്ഡിതനുമില്ല. നമ്മൾ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യേക കേരള രാഷ്ട്രീയത്തിലേക്ക് സതീശൻ ഇപ്പോൾ പാർട്ടി നയിക്കുന്നു. സതീശൻജി 110 സീറ്റ് കോൺഗ്രസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് ഒരു പാർട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചെന്നറിയോ, ഇതുപോലെ പ്രവൃത്തി കണ്ടാൽ UDF നേതാക്കളെ ഒക്കെ ക്രിക്കറ്റ് കുത്താൻ തോന്നുന്നു. എന്തൊക്കെയാണെന്നറിയോ, എന്തുകൊണ്ടാണ് UDF ഭരണം പോയത്? ആ വിഷയം ഞാൻ പറയാൻ മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു തീർത്താൽ, ഇപ്പോൾ പറഞ്ഞില്ലേ സതീഷ് കാര്യം. സതീശൻ്റെ നിങ്ങൾ ഇത്രയെല്ലാം വലിയ പൊങ്ങച്ച പറയുമ്പോഴേ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ജയിച്ച സീറ്റ് ഏതെങ്കിലും കോൺഗ്രസ് സീറ്റ് അല്ലാത്ത സീറ്റ് പിടിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി പിടിച്ചത് അത് ആരാണ്? ചാണ്ടിയുടെ സീറ്റാണ്. തൃക്കാക്കര പിടിച്ചത് അത് കോൺഗ്രസ് സീറ്റാണ്. പിന്നെ നിലമ്പൂർ പിടിച്ചു മാത്രം, അത് അൻവർ അവിടെ നിന്ന് 10,000-16,000 വോട്ട് പിടിച്ചില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പിന്നെ നിങ്ങൾ ഏത് സീറ്റാണ് നിങ്ങളുടെ കഴിവ് വെച്ച് പ്രത്യേകം എടുത്തത്? ഏത് സീറ്റ് എടുത്തിട്ടുണ്ടോ? ഇത് എന്തുകൊണ്ട് നിങ്ങൾ 110 പറയുന്നത്? ഏതായാലും ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 ടേമായിട്ട് കേരളത്തിൽ UDF തോൽക്കാൻ കാരണം? ഇപ്പോഴത് കോൺഗ്രസ് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ്. ഇത് ഞങ്ങൾ പറയാം, കേട്ടത് ദയവ് ചെയ്ത് UDF സ്നേഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കണില്ല, ഇത് പരമാവധി ഷെയർ ചെയ്യണം. ഇത് കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾ അറിയട്ടെ. ഒന്ന്, രാജാപകാലിനെ ജയിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം നേമം നിയോജകമണ്ഡലത്തിൽ
കളിച്ച കളി ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ബൂത്ത് ഏജന്റുമാർ, ബൂത്തിൽ വഹിക്കുന്ന ഏജന്റുമാർ പോലും ഇല്ലാതെ അവസ്ഥയാക്കുക. അങ്ങനെയാണ് 3-ാം സ്ഥാനത്ത് ആ കോൺഗ്രസ് സ്ഥാനത്തെത്തി ഓ രാജകോൽ ജയിച്ചത്. അതിനുവേണ്ടി വിഴിഞ്ഞം തുറമുഖം കേസിലേക്ക് 1000 കോടി രൂപയിട്ട് ചാണ്ടിയും മറ്റേ കെ ബാബുക്ക് വാങ്ങിച്ചാണ് പുറത്ത് കേൾക്കുന്നത്. എന്തുമാ ചെയ്യുന്നറിയില്ല. അല്ല ബാബുവിന് ഇത്രമാത്രം പഴവിടുന്നതാണ്. എക്സൈസ് വകുപ്പുണ്ട്, അതിലും അത്ര ഒരു ലിമിറ്റില്ല അതിലേക്ക്. അങ്ങനെ കിട്ടിയാണ് എത്ര കോടി കൊടുത്താലും വേണ്ടില്ല. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് വേണമെന്നൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു. അതിന് ഉമ്മൻചാണ്ടി കോൺഗ്രസ് വഴങ്ങി. അതാണ് കോൺഗ്രസ്സുകാരെ UDF നിങ്ങളുടെ ഭരണവൻ ഒരു കാരണം. മറ്റൊന്ന്, രണ്ടാമത്തെ കാരണം അറബിക് സർവകലാശാല. ഇതൊക്കെ പറയുന്നത് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാണ്. കാരണം നിർണായക ഘട്ടമാണത്. അറബിക് സർവകലാശാല 10,000 പേര് പോലും സംസാരിക്കാത്ത സംയുക്ത സർവകലാശാലയ്ക്ക് ഈ ടീം ഉപേക്ഷിക്കുന്ന കൂടി അവിടെ കാലിൽ തുടങ്ങി. നല്ല കാര്യം, അതിലും തെറ്റുമില്ല. 200 കോടി ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഉത്തരം പറയുന്നില്ല. ഇതൊക്കെ കണ്ട് അതിന് പുറമെയാണ് നിങ്ങൾ പറഞ്ഞ രാജ്യത്തെ നയിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ. കോൺഗ്രസിൻ്റെ ജീവനാടിയും മറ്റെല്ലാം ആണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ ഒരു മണ്ട ശിരോമണി കേരളത്തിലുണ്ട്. മണ്ട ശിരോമണി കോൺഗ്രസിലുണ്ടോ? ഒന്ന്, അദ്ദേഹം തന്നെ മന്ത്രിയായ സമയത്ത് നിന്ന് തോറ്റ് ആ മന്ത്രിസ്ഥാനം പോയില്ലേ. ഇപ്പോൾ PSCക്ക് പഠിക്കാൻ കൊടുത്ത ചോദ്യം എന്നറിയുമോ? മന്ത്രിസ്ഥാനം ഏറ്റിട്ട് തോറ്റ് മന്ത്രിസ്ഥാനം ജയിക്കാത്ത പേരിൽ മന്ത്രിസ്ഥാനം പോയ ആളുടെ പേര് പോയ കെ മുരളീധരൻ. എവിടെ പേര് എത്തിയത്? അത് ആനണി നിർത്തി. ആനണി തിരൂരങ്ങാടി കൊണ്ടേ നിർത്തി 99% മുസ്ലിങ്ങളോട് നിർത്തി ജയിപ്പിച്ചെടുത്തില്ലേ? അതെന്ത് കോൺഗ്രസ് ചിന്തിക്കാതെ, അല്ലെങ്കിൽ മുരളി ചിന്തിക്കാതെ? അങ്ങനെ വാശിച്ച് സ്ഥാനം നേടിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം MLA ആവണമെന്നുള്ള സോഷ്യൽ എതറിയണ്ടേ? അത് മണ്ടനാണ്. അതൊക്കെ അത് പുള്ളി വ്യക്തിയുടെ കാര്യമാണ്. ഇത് പാർട്ടിക്കാരും ഇത് ആൾക്കാർ പറയുമ്പോൾ നമ്മൾ അമ്പരന്ന് പോവാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 100, 101 സീറ്റ്. അതിൽ 51, 52 സീറ്റ് കിട്ടിയാൽ ഭരിക്കാൻ പറ്റുള്ളൂ. 10 സീറ്റാണ് കോൺഗ്രസ് ഉള്ളത്. പിന്നെ കോൺഗ്രസ് 42 സീറ്റ് പിടിക്കണം. അപ്പം നിലവിലുള്ള 10 സീറ്റ് നിലനിർത്തണം, 42 സീറ്റുകൾ പിടിച്ചെടുക്കണം. അത് ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ സി പി ജോൺ എന്തും മനസ്സിലായില്ല. ഇത് തങ്ങൾക്ക് മനസ്സിലായി, കുഞ്ഞാക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് BJP വന്നോട്ടെ. അത് അവർ പറയുന്നത് പോയെന്നറിയോ? 10 സീറ്റ് ഉണ്ടായിരുന്നു 20 സീറ്റാക്കി. അത് ശരിയാണ്, അത് വലിയ വളർച്ച തന്നെയാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? കേസിൽ ജയം എനിക്കാണ്. പക്ഷേ പറമ്പ് മുതലാളി കൊണ്ടുപോയി തുടങ്ങും പോലെ അതുകൊണ്ട് കാര്യമുണ്ടോ? BJP വേണ്ടപ്പെടുത്തില്ലേ? BJP വന്നാൽ ഞാനും എതിർക്കുന്നില്ല. കാരണം അത് രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്, ദേശീയ പാർട്ടിയാണ്, അവർക്ക് അവകാശമാണ്, തെറ്റുന്നില്ല. പക്ഷെ കരുതിക്കുട്ടി അല്ലെങ്കിലും അതിന് സാക്ഷി ഒഴിക്കില്ലേ? അതുപോലെ മണ്ടത്തരമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നത്. ഞാൻ വിട്ടുകാരം പറയാം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ വന്നല്ലോ. പശ്ചിമ ബംഗാളിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുകയാണ്. അവിടുത്തെ ഗവർണറായിരുന്ന ആനന്ദ് ബോസിനെ പാർട്ടി മാറ്റി ഒരു LL രവി കേരളത്തിലെ പോലീസ് ഓഫീസറൊക്കെ ആയത്. അദ്ദേഹത്തെ ചാദ്യം വെച്ചു. ബീഹാറായിട്ട് ബന്ധമുണ്ട്, പോലീസുമായിട്ട് അതിർത്തിയൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ BJP അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. വളരെ ബുദ്ധിമുട്ടും. ഈ കോൺഗ്രസോ 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ആ പശ്ചിമ ബംഗാൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും? മമതയായിട്ട് സഖ്യമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യമില്ല. ഒറ്റക്കത് എന്ത് നേടാന്ന് പറയുന്നത്? അപ്പം ഇങ്ങനെയുള്ള ഈ മണ്ടന്മാര് നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ BJPയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുമോ? അപ്പം ബീഹാർ സംസ്ഥാനം കണ്ടില്ലേ? ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസിൻ്റെ മന്ദബുദ്ധികൾ, മണ്ടന്മാരെ കോൺഗ്രസ് നേതാക്കൾ. മണ്ടന്മാർ ലാലുജിയുടെ മോനും. ഞാൻ ആ പാർട്ടിയിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു കേരളത്തിൽ. രാഷ്ട്രീയ ജനതാദളുടെ. കാരണം അത് 100 സീറ്റ് ആവശ്യപ്പെട്ടു. 100 സീറ്റ് ഞാൻ മണ്ടൻ എന്ന് പറഞ്ഞില്ല കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ബുദ്ധിമാനല്ല, ഞങ്ങൾ ആരുമല്ലോ, നിങ്ങൾ നേതാക്കളല്ലേ. 100 സീറ്റ് കിട്ടി ജയിക്കും നോക്കിയോ? ഇത് ഇവിടെ മുളിത് കാണിച്ചാൽ അതിൻ്റെ മറ്റു വരെയാണ്. എന്ത് കാരണം? ഇവർക്കൊക്കെ അധ്വാനിക്കാതെ അധികാരം കിട്ടിയതാണ്. ലാലുവിൻ്റെ പോന് എന്താണ് യോഗ്യത? എന്താ ലാലുവിൻ്റെ മകൽ കവിഞ്ഞ് എന്തെങ്കിലും കാര്യം സാധിക്കാൻ കഴിവുമല്ലോ ഉണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടോ? മറ്റെന്തെങ്കിലും ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ? ലാലുവിൻ്റെ മോൻ അമ്മ മാറിയപ്പോൾ അച്ഛൻ മാറിയപ്പോൾ അമ്മയെ കൊണ്ടു, അമ്മ മാറി മോന് കൊണ്ടു. അതല്ല പാരമ്പര്യം. ഇപ്പോൾ ബീഹാറിൽ വീണ്ടും നിതീഷിൻ്റെ മകനെ ആക്കാൻ പോകണം. അപ്പം ഞാൻ ഒരു ബീഹാർ കളഞ്ഞില്ലേ? 100 സീറ്റ് കിട്ടിയാൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടയോ?
അപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഒരു 50 സീറ്റ് വാങ്ങിക്കുക, ഒരു 30 സീറ്റ് ജയിക്കുക, എങ്കിൽ ഭരണം പോകില്ല. എന്ന് ഇന്ന് BJP ഒറ്റക്ക് ഭരിക്കാൻ പോകണം, BJP മുഖ്യമന്ത്രിയാകാൻ പോകണം. ഈ മണ്ടനായ ലാലുവിൻ്റെ പോലും ഈ വന്ന ബുദ്ധിയായ പിന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ ചേർന്ന് BJPക്ക് അധികാരം കിട്ടി. ഇപ്പോൾ അവർ ഒറ്റക്ക് ഭരിക്കാൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകണം ബീഹാറിൽ. നിതീഷ് രാജിവെച്ച ഇതൊക്കെ പറയും. ഇതെങ്ങനെ പറയാതിരിക്കും? കോൺഗ്രസ് നശിക്കാൻ പാടില്ല വെച്ചാൽ അത് കോൺഗ്രസ് BJPക്ക് സംഘപരിവാർ അധികാരത്തിൽ കയറാൻ വേണ്ടി ഈ മന്ദബുദ്ധികളെയൊക്കെ അവർ വിലക്കെടുത്തില്ലേ? എല്ലാം കോടികൾ കൊടുത്ത് വിലക്കെടുത്ത്. ഇത് വെറും ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അധികാരം. ഇപ്പോഴത്തെ ഇലക്ഷൻ ഒരു കാട്ടിക്കൂട്ടൽ. ഇപ്പോൾ ഈ ആസാമിൽ പശ്ചിമ ബംഗാളിൽ കാട്ടിക്കൂട്ടി കോൺഗ്രസ് സീറ്റ് കിട്ടും. കേരളത്തിലാകെ പ്രതീക്ഷകളിൽ കേരളത്തിൽ UDF വാരിക്കൊണ്ടതാണ് ഈ മുരളിയൊക്കെ ധരിക്കുന്നത്. മുരളിയുടെ ബുദ്ധി മനസ്സിലായില്ലേ? ട്രിവാൻഡ്രത്ത് ഒരു കാരണവശാലും നമ്മുടെ ട്രിവാൻഡ്രം ജയിക്കാൻ പറ്റില്ലെന്ന് അറിയാം. അത് മനസ്സിലായില്ലെങ്കിൽ അതേക്കാൾ മണ്ടൻ പേരുണ്ടോ? ഇനി പോട്ടെ, മുരളീധരൻ മണ്ടനാണ് വെക്കുക. UDF ലീഗ് ഉൾപ്പെടെ UDF നേതാക്കൾ ഈ CP ജോൺ ഉൾപ്പെടെ മഹാ നേതാക്കളല്ലോ, അവർക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ അപകടം സംഭവിക്കുന്നത്? അങ്ങനെ വരുന്ന LDF വയ്ക്കേണ്ടി വയ്ക്കണം. ഏതായാലും BJP ഒരുപാട് നിനക്ക് ഭേദമല്ലെന്ന് തോന്നൂല്ലേ? അപ്പോൾ അവരുടെ ഉദ്ദേശം തനിക്ക് കിട്ടില്ലേ BJP ആയിക്കോട്ടെ. ഇതാണ് മുരളി പോലും ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പല നേതാക്കളും വിചാരിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി മരിച്ചതിന് പതിനെടുക്കാനല്ല, മനസ്സാക്ഷിയോട് ചോദിക്കും. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ ഒരു രാജകോൽ ജയിപ്പിക്കാൻ വേണ്ടിയില്ലേ ആ മണ്ഡലത്തിൽ ആ ഒരു അപ്രസക്ത ഒരാൾ നിർത്തി നിങ്ങൾ ബൂത്തിൽ പോലും ഏജന്റുമാരെ ഇരുത്താതെ പോയത്? മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഭരണം പോയത്. അത് കഴിഞ്ഞ് പിന്നെ അറബിക് സർവകലാശാല. ഇപ്പോൾ നീ ഇതൊന്നും ഉത്തരം ഇപ്പോഴും UDF പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കയറി സഹകരിച്ച് ഈ പ്രസ്ഥാനത്ത് അധികാരത്തിൽ കയറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമ്പോൾ നമ്മുടെ വാക്കിനൊന്നും ഒരു വിലയില്ലല്ലോ. ഈ മണ്ടന്മാരുടെ മുമ്പിൽ മൊയ്തീൻ ഷാക്ക് എന്ത് കാര്യം എന്നുള്ള ഞങ്ങളിപ്പോൾ അത് കണക്കാടും ശാസ്ത്രമാണ്. ലോകം നിലനിൽക്കുന്നത് കണക്കിലാണ്, ലോകത്തിൻ്റെ കറക്കം കണക്കിലാണെന്ന് പണ്ട് സ്ഫടിക സിനിമയെ പറയും പോലെ കണക്കാണ് ഉദ്ധരിക്കുന്നത് നമ്മൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? 101 സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റ് മാത്രമുള്ള UDF ഒരിക്കലും ഭരിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടം പേരുണ്ട്. അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ BJP അധികാരത്തിൽ കയറിക്കൊണ്ട് വെച്ചല്ലേ? അല്ലെങ്കിൽ വേറെ കാര്യം പറയാം, നിങ്ങളുടെ നിഷ്പക്ഷ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അവിടെ 10 സീറ്റ് BJPക്ക് വെറും 1000 വോട്ടർമാർ, അപ്പുറത്ത് 9000 വോട്ടർമാർ. അതെന്ത് വിഭജനം അത്? അവിടെ BJP 10 സീറ്റ് ജയിക്കാൻ പറ്റില്ല, ഒരു സംവിധാനം ഉണ്ടാക്കി അവരെ ഇങ്ങ് മാത്രം വെച്ച് അത് വാർഡാക്കി. ഇവിടെ കോൺഗ്രസ്സുകാർ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ഈ പാവ മുസ്ലിങ്ങളെ 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ, 20% വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അവരാണ് നിങ്ങൾ അല്ലാതെ നിങ്ങൾ ആരെ പറ്റിക്കാൻ പറ്റുമോ ഈ പറ്റിക്കുന്നത്? അവർ തീയിൽ ജനിച്ച വെയിലത്ത് വാടകളോടോ ഭൗതിക ലോകം അത്ര പ്രതീക്ഷിക്കുന്നില്ല. പരിശുദ്ധമായ റമദാൻ മാസമാണ്, അങ്ങോട്ട് പോട്ടെന്ന് ചോദിക്കും. അല്ല, ഇതുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കാൻ പരിപാടില്ല. മുസ്ലിം സമുദായം നോക്കുന്നത് ആത്മീയ ലോകമാണ്. അതിൽ വിശ്വാസികളല്ലാത്ത കുറേ പേര്, അത് വേറെ. വിശ്വാസികളുടെ കാര്യമാണ്, അവർ ആത്മീയ ലോകം നോക്കുന്നുള്ളൂ, ഭൗതിക ലോകം നോക്കുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നുള്ളൂ. അത് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? മന്ത്രിയാക്കാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുക. അതൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു ലക്ഷ്യമില്ല. പിന്നെ കാട്ടിക്കൂട്ടുമ്പോൾ അങ്ങനെ തെക്കുന്നതേ അവരാണ് നമ്മൾ പറ്റിക്കുന്നത്. അത് വേണ്ട, അത് വേണ്ട. നിങ്ങൾക്ക് BJP അധികാരത്തിൽ വരുന്നത് ആഗ്രഹം, നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ BJP ആയിക്കോ എന്ന് പ്രവർത്തിച്ച ഭൂരിപക്ഷം കിട്ടി ഭരിച്ചോ എന്ന് എന്താ കുഴപ്പം? മുസ്ലിങ്ങളെ സംബന്ധിച്ച രീതിക്കുള്ള എന്ത് വരാനുള്ളത്? കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു മുസ്ലിം MP പോലും പാർലമെന്റിൽ BJPയിലില്ല, ഒരു മുസ്ലിം മന്ത്രിമാർ പോലും ഇല്ല. ഇന്ത്യയിലെ ഭൂരിഭൂരിഷം സംസ്ഥാനം ഭരിക്കുന്ന BJPയുടെ ഇതിൽ ഒരു മുസ്ലിം പോലും ഇല്ല. ഇനി അവർക്ക് എന്തോ വരാനുള്ള രീതിയൊക്കെ എന്ത് ചെയ്യാനുള്ളത്? അപ്പം അവർ RSS കാണിച്ച് പീഡിപ്പിക്കുന്നതും വേണ്ട. നിങ്ങൾ മുസ്ലിം ലക്ഷ്യം അല്ലെങ്കിൽ സംഘപരിവാർ വരാതിരിക്കുന്നതും അല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 2 കാര്യം പറഞ്ഞാൽ നിർത്താം. എന്തറിയോ, പറഞ്ഞു മടുത്ത്. ഇപ്പം പ്രിയങ്ക ഗാന്ധി ഇപ്പം ഇന്നലെ വയനാട്ടിൽ വന്ന് എന്തോ ഇതൊക്കെ നടത്തിയല്ലോ. ഞാൻ ഈ പ്രിയങ്കയോടും രാഹുൽ ഗാന്ധിയോടും ഗാർഗിയോടും ഈ കുഞ്ഞാക്കയുടെയും ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം? നിങ്ങൾ തൽക്കാലം കേരളത്തിൽ ഭരണം കിട്ടി മന്ത്രിയായി നിങ്ങൾ, അതാണ് നമ്മൾ ഇന്ത്യയെ കാണണം. ഇന്ത്യയെ കാണണമെങ്കിൽ ജയപ്രകാശ് നാരായണൻ്റെ ആ കഥ എടുക്കുന്നത്,
ദയവ് ചെയ്യുന്നത് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല. UDF-ൻ്റെ അണികളുടെയോടും UDF-കളോടും നിങ്ങൾ മെസ്സേജ് കൊടുത്ത് അത് ഷെയർ ചെയ്യുക, അറിയട്ടെ ഇതെന്താണ്. ജയപ്രകാശ് നാരായണൻ കാര്യം പറഞ്ഞല്ലേ, അദ്ദേഹം എന്താ പറഞ്ഞത്? കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ധാരണയാണ്, സഖ്യമാണ്. അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയില്ലേ? ഇത് നിങ്ങൾക്ക് ചെവിയിലേക്ക് എത്തുന്നില്ല. ഇത് ഒന്ന് കൊടുക്ക് ഈ സതീശൻ കയ്യിലേക്കൊക്കെ ഈ കാര്യം. കോൺഗ്രസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും ഒരു കൈ, ഒരു മുന്നണിയിൽ ഒരു പാർട്ടിയാണ് ജനതാ പാർട്ടി. ജനതാദളല്ല, ജനതാദൾ VP ജനതാ പാർട്ടിയിൽ അത് രണ്ട് കാര്യം, ഒരു കാര്യമാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് കോൺഗ്രസ് ഒഴിച്ച്. ബാക്കിയൊന്നും ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. അദ്ദേഹം വഹിച്ചില്ല. അദ്ദേഹം ആ ജനതാ പാർട്ടി ഉണ്ടാക്കി ഭരണം ഏൽപ്പി മൊറാർജി ദേശായി ഏൽപ്പിച്ചില്ലേ? 10-15 വർഷമായിട്ട് ഭരിച്ചില്ലേ ജനതാ പാർട്ടി? പക്ഷെ ആ ചിന്ത ഇന്നത്തെ കോൺഗ്രസ് നയിക്കുന്ന ഈ മണ്ടന്മാർക്കുണ്ട്. അതാണ് നമ്മൾ ചോദ്യം അതാണ്. മനോരമ പറയും നേരെ ചോദിക്കുക, ചൊവ്വ ഉത്തരം പറയാം. ചോദ്യം അതാണ്. ഇത്രയും സംഘടിത ശക്തിയായ RSS സംഘപരിവാറിൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ ഒളിച്ചുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരും വെച്ച് മുന്നോട്ട് പോയിട്ട് എങ്ങനെ ഭരണം പിടിച്ചെടുക്കാന്ന് പറഞ്ഞത്? എങ്ങനെ ഭരണം പിടിച്ചെടുക്കാന്ന്? ഇപ്പം ബീഹാർ കളഞ്ഞില്ലേ? ബീഹാർ കുറച്ച് ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ ബീഹാർ ലാലുവിനെ ഭരിക്കായിരുന്നു. BJP കൊണ്ടുപോകും. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ്സിന് BJP വരാതിരിക്കുമ്പോഴുള്ള ഒരു തന്ത്രമോടെ എടുക്കണില്ല. പിന്നെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തെറ്റിയിരുന്നാൽ ജയം ആർക്കാണ്? ഇതൊന്നും ഇതൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വലിയ അപരാധമാണ്. മനസ്സിലായിട്ട് ചെയ്തില്ലെങ്കിൽ അത് വലിയ വഞ്ചനയാണ്. അപ്പം ഇത് രണ്ടും ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറ്റില്ലെന്നേ. ഈ രണ്ട് വഞ്ചനയും അപരാധം പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. മനസ്സിലായിട്ട് നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ വഞ്ചനയാണ്. ഇത് രണ്ടും തെറ്റ്. ഞാൻ പണ്ട് ഈ റഹീമിനോട് പറഞ്ഞ പോലെ, റഹീമല്ല, അവിടെ റഹീമുണ്ട് എന്നറിയോ, ഞാൻ ആ പാർട്ടിയുടെ പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അയക്കുമ്പോൾ, സീനിയർ വൈസ് പ്രസിഡന്റ് അയക്കുമ്പോൾ അദ്ദേഹം പ്രശ്നമാണ് ഒരു കാര്യം പറഞ്ഞു. ആകുമ്പോൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. സമ്മതിച്ചു. അതൊരു ദിവസം വിളിക്കണില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? വിളിക്കാൻ വിട്ടുപോയതാണെങ്കിൽ അത് അക്ഷന്തവ്യാപി തെറ്റാണ്. ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൊട്ട് താഴെയുള്ള ലീഡറാണ് വിളിക്കാൻ പറഞ്ഞത്. വിളിക്കാൻ വിട്ടുപോയെങ്കിൽ അക്ഷരം തെറ്റാണ്. ഇനി ഓർത്തിട്ട് വിളിച്ചില്ലെങ്കിൽ അത് വഞ്ചന കൂടിയാണ്, കുറ്റം കൂടിയാണ്. ഞാൻ ആ പാർട്ടി തോന്നുന്നു പിന്നെ ഒന്നുമില്ല അവിടെ. കാരണം ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കൊടുക്കുന്ന കാര്യമുണ്ടോ? അതുപോലെ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തോടും രാജ്യത്തോടും ചെയ്യുന്നത് തെറ്റാണ്, വഞ്ചനയാണെന്നേ. നിങ്ങളെ കസേരയിലേക്ക് അർഹനല്ല. കാരണം ജയപ്രകാശ് നാരായൺ എൻ്റെ വാപ്പയില്ലെന്നേ. ഞാൻ നേരിട്ടത് കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം ഒരു മുന്നോക്ക സമുദായ ഒരു ലീഡറാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? 2 പോയിന്റ് പറഞ്ഞെന്താണ്? ഞാൻ ഇതിൽ ഒരു സ്ഥാനവും വഹിക്കില്ല, ഞാൻ ഇപ്പോൾ നിഷ്പക്ഷമായി നിൽക്കും. അത് നിന്നാലേ നമുക്ക് 2 കൂട്ടരും ചർച്ച ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു സ്ഥാനത്ത് ചെയ്തുകൊണ്ട് നിഷ്പക്ഷം പറയാൻ പറ്റുമോ? അതുപോലെ കോൺഗ്രസ് വെച്ച് എല്ലാവരും ചേർക്കണം. അങ്ങനെ അത് വിജയിച്ചില്ലേ? ഇത് അന്നത്തെ കോൺഗ്രസിനേക്കാൾക്ക് എത്രയോ ശക്തമാണ് ഇന്നത്തെ BJP. ആ BJP എതിർക്കാൻ നിങ്ങൾക്ക് അവരെ തൊഴിൽ ഇവിടെ തൊഴിൽ മറ്റും പറ്റൂല എന്ന് പറഞ്ഞാൽ ഈ മന്ദബുദ്ധികളെ എന്താ പറയുക? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ BJP ചോദിച്ചാൽ ബാക്കി എല്ലാവരും കൂടെ നിർത്താൻ നോക്കണം. BJPയിൽ നിൽക്കുന്ന, മുന്നണിയിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ക്ഷണിക്കണം. വരാതിരിക്കട്ടെ. അതിൽ തന്ത്രം BJP എന്ന്. നിങ്ങൾ BJP കുറ്റപ്പെടുത്തിയിട്ടും സംഘപരിവാരം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവർ അസാധ് പരിശ്രമം ചെയ്യുന്നുണ്ട്. അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഇവിടെ ആസാമിൽ, പശ്ചിമ ബംഗാളിൽ കിട്ടാൻ വേണ്ടി എന്തെല്ലാം കളി കളിച്ച് ഇയാളെ മാറ്റി. ഇയാളിനി ബീഹാർ മുഖ്യമന്ത്രി ആക്കുമോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പോകാണ്. കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? 10 ആളിൽ പായുന്ന അഭിപ്രായമില്ലേ? ഒരു നേതാവുണ്ടോ? അങ്ങനെ മാറിക്കണമെന്ന് പറയാൻ പറ്റിയ ഒരു നേതാവുണ്ടോ? മോഡി പോലെ അമിത്ഷായെ പോലെ പറയാൻ പറ്റിയ കാര്യം ഞാൻ ആ പാർട്ടിയുടെ അനുകൂലം അല്ലെങ്കിൽ പറയണ്ട കാര്യങ്ങൾ പറയട്ടെ. അതുപോലെ പറയാൻ പറ്റിയ ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ ലെവലോ സ്റ്റേറ്റ് ലെവലോ ഉണ്ടോ? നിങ്ങൾ കുറ്റം പറഞ്ഞു പിണറായി വിജയൻ കുറ്റാണ്, ശരിയാട്ടെ, അവർ നേതാവാണ്. അദ്ദേഹം പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് കേൾക്കും, അല്ലാതെ പോകാം. അങ്ങനെ കപ്പാസിറ്റി ഉള്ള, ആജ്ഞാ പവറുള്ള ഒരു നേതാവ് സ്റ്റേറ്റിൽ കോൺഗ്രസിലുണ്ടോ? ഈ ഗ്രൂപ്പിൻ്റെ ആളെ നിൽക്കല്ലത്. മറ്റേ കേന്ദ്രത്തിലാണെങ്കിലോ
രാഹുൽ ഗാന്ധിക്ക് എന്ത് ആജ്ഞാപോറമുള്ളൂ, എന്തൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്ത് ഗ്രാഹ്യമുണ്ട്? ഇപ്പൊ കേരളത്തിൽ ആദ്യം എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പാണ്. ഇപ്പൊ പണ്ട് മാരാമൻ കൺവെൻഷൻ നടക്കുമ്പോഴേ വർഗീയതയെ ഒഴിവാക്കാണ്ടി ഒരു പുതിയ മതം ഉണ്ടാക്കാൻ വെച്ചു. അപ്പൊ അതിൽ ബുദ്ധിമാന്മാർ പറഞ്ഞ് അപ്പൊ 4 വർഗീയത 5ആയി വർദ്ധിക്കും, അല്ല വർഗീയത നിൽക്കാൻ പാടില്ല. അതുപോലെ 2 ഗ്രൂപ്പ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ 7 ഗ്രൂപ്പായി. ഒരു കാര്യം പറയാം, മുസ്ലിം സമുദായത്തിന് വോട്ട് കിട്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം കേരളം ഭരിച്ചത്. UDF LDF തന്നെയാണ്, LDF ഞാൻ വിട്ടു കളഞ്ഞേക്കാണ് മാറുക. പക്ഷെ ഇനിയത് വേണ്ടത് വോട്ട് തരാം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണം. അത് നിങ്ങൾ 4-3-7 ആളിലാക്കി അത് ഭരിച്ചിട്ട് അവർ നക്കാപ്പിച്ച് തങ്ങളെ വിളിച്ച് നിങ്ങൾ ഈ സമുദായത്തിന് വോട്ട് വാങ്ങിച്ച് ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. വളരെ ഷാർപ്പായിട്ടും ഗൗരവത്തോടും കർക്കശമായിട്ടും പറയണത്. ഞാൻ ഒരാളല്ല, മൊയ്തീൻ ഷാ ഒള്ളി വൺ, ഞാനല്ല, ഈ സമൂഹമുണ്ട്. മുസ്ലിം സമുദായത്തിൽ 25% ലീഗിൻ്റെ വോട്ട്, ബാക്കി 70% പേര് പുറത്ത് നിൽക്കുകയാണ്. ആ പുറത്ത് നിൽക്കുന്ന വിഭാഗമുണ്ട്, അവർക്ക് വോട്ടുണ്ട്. അവർ വോട്ട് നമ്മൾ ശരിക്ക് ചെയ്യും, ശ്രദ്ധിക്കും. ഇനി പറ്റില്ല. ഇപ്പൊ വേറെ കാര്യമുണ്ട്, 97% വോട്ടും മുസ്ലിങ്ങളുടെ UDF തീരുമാനിച്ച അതിനെ കുറഞ്ഞു വരാണ്, കൂടി വരല്ല. ഇപ്പൊ കാന്തപുരത്തെ കാര്യം നിങ്ങൾ എന്ത് മനസ്സിലായി? കാന്തപുരത്തിന് അവർ കേന്ദ്ര ഗവൺമെന്റ് അവരത് ഭരണ സ്വാധീനം അധികാരം ഉപയോഗിച്ചിട്ട് കാന്തപുരത്തെ ഒന്ന് ഒതുക്കിയിട്ട് പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ വരാനല്ലോ പറയാം, ഇത്തവണ LDF വോട്ട് ചെയ്യണം, LDF എടുത്ത് വരട്ടെ. ആ കളിയിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലായോ? എന്തൊക്കെ പറഞ്ഞാൽ കാന്തപുരം കുറെ വോട്ടുണ്ടല്ലോ. സതീഷ് മനസ്സിലായത്? സതീഷിന്റെ ഒക്കെ കോൺഗ്രസ് ചില നേതാക്കളുടെ ഒക്കെ പ്രവർത്തന വികാരം കണ്ടാലേ 140 സീറ്റ് കിട്ടുന്ന ഘട്ടമാണ്. ഈ സതീശൻജിയുടെ ഭരണകാലത്ത് പുതിയതായിട്ട് ഒരു സീറ്റ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. സതീശൻ മിടുക്കനാണ്, പ്രാപ്തനാണ്, ഒരു കുഴപ്പമില്ല, ആളൊക്കെ നല്ലതാണ്, അത് കുഴപ്പമില്ല. മുഖ്യമന്ത്രി കർക്കനൊക്കെ അത് നമുക്ക് ഇഷ്ടപ്പെടുവില്ല. പക്ഷേ നിങ്ങൾ ആഘോഷിക്കുന്ന അത്രയും വലിപ്പം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടോ കേരളത്തിൽ? നിങ്ങൾ വന്ന ശേഷം പുതിയതായിട്ട് ഒരു മണ്ഡലം നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? ഇടക്കാൽ തെരിപ്പോൾ എല്ലാം ഞങ്ങൾ പിടിച്ചില്ലേ നിങ്ങൾ പറയുന്നില്ല. വലിയ ഒട്ടിഘോഷിക്കുന്നതാണ്. ഇടക്കാൽ തെരിയപ്പോൾ 4 ഞങ്ങളതിൽ പിടിച്ചെടുത്ത് സമ്മതിച്ചു. പക്ഷേ അതൊക്കെ 4 നിങ്ങളുടെ കയ്യിൽ ഉണ്ടായതല്ലേ? പുതിയതായിട്ട് എടുത്തിട്ടുണ്ടോ? പുതിയ എടുത്തല്ലോ. നമ്മുടെ ചേലക്കര ഇത് കിട്ടിയുടെ 50,000 വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ട് അവിടെ ജയിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കഴിവാണ്. ഇതല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തെ ഈ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരാണ്. അതുകൊണ്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായ രീതിയിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയും നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ചിന്തിക്കുകയും ഗൗരവപൂർവ്വം ചിന്തിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരം പട്ടണം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി ആ മഹാൻ എഴുന്നള്ളിച്ച് അങ്ങനെ തന്നെ പറയാം. മഹാൻ എഴുന്നള്ളി വന്നിട്ട് എന്ത് ചെയ്ത് കിണറ്റിലേക്ക് വീണ അമ്മ വീഴുമ്പോൾ ഈ പന്തി എന്ന് പറയും, കിണറിൻ്റെ വട്ടം വയ്ക്കുന്ന പലക അതിൽ പിടിച്ച് നിൽക്കുകയാണ്. മകൻ രക്ഷപ്പെടുത്താൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ആ സാധനം കൂടി വിട്ട് കിണറ്റിലേക്ക് മുഴുവൻ പോയി. അതുപോലെ രക്ഷിക്കാൻ വന്ന മുരളി വിചാരിച്ചപ്പോൾ ഭരണം BJP കൊടുത്തു. അങ്ങനത്തെ സമയത്താണ് അടവുനയം LDF കിട്ടിയെന്ന് വയ്ക്കണം. അങ്ങനെ LDF ആയിക്കോട്ടെ എന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ പറഞ്ഞോ? അവിടെ തന്ത നിങ്ങൾ ഉപയോഗിച്ചോ? അടവുനയം ഉപയോഗിച്ചോ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഈ ഇന്ത്യ മഹാരാജ്യം BJP പിടിച്ചേക്കുന്നത്? കൊച്ചു കേരളം ഇന്നലെ നാളെ BJP കൊണ്ടുപോകും. അതിൽ നമ്മൾ നോക്കിക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്, ദേശീയ പാർട്ടിയാണ്. പക്ഷെ നിങ്ങൾ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിക്കുന്ന ആ തെമ്മാടത്തിലും ആ കളവും പറ്റാം. അത് വേണ്ട. വളരെ ഷാർപ്പായിട്ട് പറയണം, വളരെ ഗൗരവമായിട്ട് പറയണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി മുരളീധരൻ കാണിച്ചത് മണ്ടത്തരം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അത് മനസ്സിലാക്കാത്ത ഈ കുഞ്ഞാക്ക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് UDF നേതാക്കളെയും നിങ്ങൾ കാണിച്ചത് മണ്ടത്തല്ലേ? അതുപോലൊരു മണ്ടത്തരമാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു നിർത്താം, ശ്രദ്ധിച്ചു കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ടും കുഞ്ഞാക്കയുടെ ഭരണം ഇഷ്ടപ്പെടുന്നില്ല. UDF ഭരണം LDF പറ്റെന്ന് പറഞ്ഞത്. കോൺഗ്രസും ലീഗിന്റെ ഭരണം. കോൺഗ്രസ് തന്നെ വളരെ ചെറിയ വിഭാഗം LDF വന്നോട്ടെ എന്നുണ്ട്. പിന്നെ കേരള ഗവൺമെന്റ് കംപ്ലീറ്റും അവർ ഭരണം കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്.
പിന്നെ അമേരിക്ക ഇസ്രായേലും കൊണ്ട് ഒരു വിങ് മൊത്തത്തിൽ ചില ഗ്രൂപ്പുകളിൽ നിന്ന് ഈ ലീഗുള്ള ഭരണം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഒരുപടി കരുക്കൾ നിൽക്കുന്നുണ്ട്. അത് ഈ കുഞ്ഞാക്കാക്കും മറ്റേ ഈ സതീഷും മനസ്സിലാവുന്ന എനിക്കറിയില്ല. അപ്പം അത് തന്നെയല്ല, ഇവരെല്ലാം ശ്രമിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ LDF വരാൻ വേണ്ടിയാണ്. പക്ഷേ കുഞ്ഞാക്കാടെ അല്ലെങ്കിൽ UDF വേണമെന്ന് ആർക്കും നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. വണ്ടി വന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? UDF നേതാക്കളും സതീശനും കുഞ്ഞാക്കായെ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? ഇത് നിങ്ങൾ ആഹ്ലാദം ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ജയിച്ച് 150 സീറ്റ് 150 സീറ്റ് കിട്ടിയെന്നുള്ള തമിഴ്നാട്ടിൽ 10 മണിക്കായിട്ട് കിട്ടുവാണ്. ആ മട്ടം നിങ്ങൾ ആഘോഷിക്കുന്നത് അത് മണ്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നിന്ന് ജയ് ഹിന്ദ്.